ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട മുഖ്യ ആസൂത്രകനെന്നും മുഖ്യ പ്രതിയെന്നും ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് കട്ടളപ്പാളി കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ജയിൽ മോചിതനാകാൻ കഴിയും. കഴിഞ്ഞ 90 ദിവസത്തിലധികമായി 3 മാസമായി ജയിലിൽ കഴിയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ആദ്യത്തെ കേസിൽ ദ്വാരപാലക പാളി കേസിൽ 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാത്തതുകൊണ്ട് സ്വാഭാവിക ജാമ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കട്ടളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഹർജിയിൽ സ്വാഭാവിക ജാമ്യം വേണമെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജിയിൽ വിശദമായ വാദം കോടതി കേട്ടിരുന്നു. അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞത് സ്വാഭാവിക ജാമ്യം അനുവദിക്കുമ്പോൾ കർശനമായ ഉപാധികൾ വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജാമ്യം ലഭിച്ചു എന്നുള്ള ഉത്തരവിന്റെ വിശദാംശങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കർശനമായ ഉപാധികൾ കോടതി നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളത് അല്പസമയത്തിനകം നമുക്ക് ആ ഉത്തരവിന്റെ പകർപ്പ് കിട്ടുമ്പോൾ വ്യക്തമാകും.